ബാർ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര. രാത്രികാലങ്ങളിൽ തെരുവ് യുദ്ധത്തിനുള്ള കളം ഒരുക്കുകയാണ് സർക്കാരെന്ന് യൂജിൻ പെരേര കുറ്റപ്പെടുത്തി. ബാറുടമകളെ താലോലിക്കാൻ എടുക്കുന്ന നിലപാട് നിർഭാഗ്യകരമാണെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ മദ്യം അർദ്ധരാത്രി വരെ വിതരണം ചെയ്യാൻ നൽകുന്ന അവസരം അത് നമ്മുടെ സമൂഹത്തിൽ വലിയ അസ്വസ്ഥതയും ആശങ്കയും. ഇന്നിപ്പോൾ രാത്രികാലങ്ങൾ പോലും തെരുവ് യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു കളം ഒരുക്കുകയാണ് സർക്കാർ. ബാറുടമകളെ താലോലിക്കുന്നതായും ഈ ബാറ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് അവരുടെയൊക്കെ ശമ്പളം, ഈ ബാറുകളിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെയൊക്കെ ശമ്പളം ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെ പരസ്പര ധാരണയോടുകൂടി വളരെ നിഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. സ്വാന്തന സാജുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, ക്രൈസ്തവ സഭകളുടെ ഓരോ ഇതിൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭയൊക്കെ പ്രതികരണം നടത്തിക്കഴിഞ്ഞു. വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. ഇതിലും രൂക്ഷ വിമർശനം തന്നെയാണ് ലത്തീൻ സഭ വികാരി നടത്തിയിരിക്കുന്നത്. ഇത് ബാറുകൾക്ക് അല്ലെങ്കിൽ ബാറുടമകളെ താലോലിക്കാൻ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? ശ്രുതി, ബാറുകളുടെ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഫാദർ യൂജിൻ പെരേര, ലത്തീൻ സഭയുടെ വികാരി ജനറലാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ 10 മണി വരെ ആയിരുന്നു എന്നുള്ളത് അത് 12 മണി വരെ ആക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം, അസ്വസ്ഥത അത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലും നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുകയാണ്. ഇതിനെല്ലാം സർക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് ഫാദർ യൂജിൻ പെരേര നിലവിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം രാത്രികാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. നമ്മുടെ നിലവിലത്തെ രാത്രികാലങ്ങളിലെ സമാധാന അന്തരീക്ഷം അത് നഷ്ടമാകും. അതുപോലെ തന്നെ വലിയ കലുഷിതമായ അന്തരീക്ഷം വരുന്നതിനൊപ്പം തന്നെ ആക്സിഡന്റ് പോലെയുള്ള അപകടങ്ങൾ അത് വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പുനർചിന്തനം അത് നടത്തണമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, വരാനിരിക്കുന്നത് ഒരു ഇലക്ഷൻ കാലം കൂടിയാണ്. അപ്പോൾ ഇലക്ഷന് മുൻപ് ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ബാർ ഉടമകളെ താലോലിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു നിലപാടാണ് എന്നുള്ള ഒരു വിമർശനമാണ് യൂജിൻ പെരേര പറഞ്ഞു വെക്കുന്നത്. അത് മാത്രവുമല്ല, 2014 സർക്കാരിന്റെ ഒരു നിലപാടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. 2016 ഈ മദ്യവും ലഹരിയും ഒക്കെ പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന് പറയുന്ന സർക്കാരായിരുന്നു. പക്ഷേ അത് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സർക്കാരിന്റെ ഒരു 10 വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറുകളുടെ എണ്ണം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. വലിയ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നിലവിലത്തെ ഒരു ഉത്തരവ് അത് പുനർചിന്തനം നടത്തിയത് മാത്രവുമല്ല, ഈ ഉത്തരവ് നിലവിൽ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും യൂജിൻ പെരേര പറഞ്ഞു വയ്ക്കുന്നത്. ശ്രുതി. ഓക്കെ, സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.